പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പൊതുസമൂഹത്തിനോട് മാപ്പ് വിനായകൻ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിച്ച വിനായകൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് ഇപ്പോൾ രൺവീർ സിംഗോ അയാൾ കുറച്ചുകൂടി ക്ലാസി ആയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ വിനായകൻ ചെയ്തപ്പോൾ അതൊരു തറ ലെവലിലേക്കായി പോയി. ഇതിനകത്ത് പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ വിനായകൻ വളരെ എക്സെൻട്രിക്കായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഈ പരിപാടി ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കാൻ കൊള്ളാത്ത തന്നെയല്ലേ. ഇത് മനസ്സിലായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുക. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും കൈവിട്ട് പോകുന്നു എന്നുള്ളതാണല്ലോ ഇപ്പം മനസ്സിലാക്കിയത്. വിനായകൻ മനസ്സിലാക്കിയ കാര്യം അതല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇനി ആവർത്തിച്ചാൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ട സമയമായിരിക്കുന്നു. നല്ലൊരു കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ്. അവർ പറയുന്ന എന്തോ അത് കൃത്യമായിട്ട് കേട്ടേ പറ്റത്തുള്ളൂ. ഇനി മുമ്പും പല പ്രാവശ്യം പല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോയാൽ ചിലപ്പോൾ വലിയൊരു അബദ്ധം പറ്റും. അതിൻ്റെ പീക്ക് ടൈമാണ്. വിനായകന് തന്നെ മനസ്സിലായെന്നൊക്കെ തോന്നുന്നു, വിനായകൻ പറഞ്ഞാണെങ്കിൽ. പിന്നെ മദ്യപാനവും സിഗരറ്റ് വലി അടക്കം ഒരു സാധനം അടിക്കാൻ പാടില്ല. കുറേ നാളെടുക്കും. 1 വർഷം, ചിലപ്പോൾ 2 വർഷമൊക്കെ എടുക്കും ഇതിനകത്തൊന്നൊന്ന് രക്ഷപ്പെടാൻ. അത്രയും വർഷം ടാർഗറ്റ് ഇട്ടുകൊണ്ട് എക്സസൈസ്, ഫുൾ ഡയറ്റ്, പിന്നെ ഡോക്ടർ പറയുന്ന പോലെ അല്ലാതെ വേറൊരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരേ ഒരു മാർഗം രക്ഷപ്പെടാൻ. എന്തിനാണ് രക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ പരിപാടിയും കൊണ്ട് പോകുന്നതിലും ഭംഗിയായിട്ട് ഭയങ്കര രസമായിട്ട് അടിപൊളിയായ സാധനം വേറെ പലതും ചെയ്യാനുണ്ടെന്നുള്ളത് 1 വർഷം കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോഴത്തെ ആ ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ഈ ട്രാക്കിൽ നിന്ന് മാറി ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ചാൾ ഡള്ളാവും, കൂട്ടുകാരില്ലാത്തവരെ തോന്നും, പലരും അകറ്റും, പലതരത്തിലുള്ള ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവും. പൈസയുണ്ട്, പിന്നെ ഇപ്പം ടേക്ക് കെയർ ചെയ്യാൻ ആളുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇപ്പം ഇങ്ങനെ ഈ കാണിച്ച പരിപാടി മുന്നോട്ട് ഇനിയും കാണിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കര പ്രശ്നത്തിലോട്ട് എത്തിപ്പെടാൻ സാധ്യതകൾ ഏറെ. പിന്നെ ഈ ഒരു സ്വഭാവത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലരും ഒഴിവാക്കാനുള്ള ഇത് കൂടും. പ്രായം കൂടുന്തോറും ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് പറ്റുന്നില്ല, ഒറ്റപ്പെട്ടു പോകും. ആരും അടുപ്പിക്കാണ്ടായി കഴിഞ്ഞാൽ പ്രായം കൂടുമ്പോൾ അത് ഭയങ്കര വലിയ ഡിപ്രഷനാവും. ഇപ്പം തുടങ്ങിയ സ്വന്തം പ്രായക്കാരുടെ ഇടയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റും. അതേസമയം ഇനിയും വൈകിയാൽ ആരും നോക്കാനില്ലാതെ, ആരും അടുപ്പിക്കാതെ വെറുപ്പിച്ചൊരു പരുവാവും. ഇപ്പോഴാണ് തന്നെ ചെയ്യാം. പിന്നീടാണെങ്കിൽ ചിലപ്പോൾ മുന്നോട്ട് മുഴുവൻ കാലവും ഇനി വേറൊരാളുടെ സഹായം ഇല്ലാതെ പറ്റാത്ത ഗതികേടിലോട്ടൊക്കെ എത്തിയെന്നിരിക്കും. അതിങ്ങനെ എത്തിക്കണ്ട. അല്ലാതെ വണ്ടി ഇടിച്ചോ, ചിലപ്പോൾ എവിടെയെങ്കിലും വീണിട്ടോ, എന്തെങ്കിലും മാരകമായ രോഗം വന്നോ, അതെന്തെങ്കിലും ബാക്ടീരിയ വല്ലതും കയറിയാൽ മതി. അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്നു പോകാം, എന്ത് വേണേൽ സംഭവിക്കാം. അത് വന്നോട്ടെ. തൽക്കാലം ഇപ്പോൾ പോകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഈ രീതിക്ക് അങ്ങോട്ടെത്തേണ്ട ആവശ്യം ഒരു മനുഷ്യനും ഇല്ല. അല്ലാതെ വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്. അത് തൽക്കാലം നമുക്ക് എഫക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ ഞാനീ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ പരിപാടികൾ, ഇതിൽ നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും. സ്വന്തമായിട്ട് തീരുമാനിക്കാതെ ഒരു രക്ഷയില്ല. പിന്നെ ബന്ധുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുക. കൂടെ 1 വർഷമെങ്കിലും ചിലവഴിക്കാൻ ആൾ വേണം. ചെറിയൊരു റീഹാബിലിറ്റേഷൻ. ഇത് എക്സെൻട്രിക് ആയിട്ടുണ്ട്. ഈ കേസ് വളരെ മോശമാണ്. ഇത്തരം പരിപാടി ഒന്നല്ല, ഇതിന് മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ പലയിടത്തും പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. വിനായകൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുമ്പും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് കൂടുമല്ലേ. ഇപ്പോൾ എന്താ, ഇനി അടുത്ത തിരിഞ്ഞും വലുത് കാണിക്കാൻ തോന്നും. ഇങ്ങനെയൊന്നുമല്ല,
ചിലപ്പോൾ കുറച്ച് വയലൻസ് കൂടിപ്പോയി എന്ത് ചെയ്യും? സാധ്യതയില്ലാത്ത ആളൊന്നുമല്ല. എനിക്ക് വിനായകനെ നേരിട്ട് പരിചയമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ മറ്റു പല സ്ഥലത്തുനിന്നും എനിക്ക് വിനായകൻ്റെ സ്വഭാവം അറിയാം. കുറേ അടുത്തിടപെടുന്ന ആൾക്കാർ വന്ന് അടുത്തിടപെടുക എന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ള ഈ വീട്ടിൽ പോലും ആളെ കയറ്റത്തില്ല ഇയാൾ. വേറെ ആരെയും വീട്ടിൽ കയറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കർക്കശക്കാരനാണ്. ഈ പഴയതും പുതിയതും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയ കഥകളും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. പുറത്തുള്ളവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഇവിടെ വിനായകൻ അവതരിപ്പിച്ച പരിപാടികൾ ഒരു 3-4 നല്ല പോലെ പാളിയിട്ടുണ്ട്. പണ്ട് വിനായകൻ എവിടെ ആയിരുന്നെന്നോ അല്ലെ വിനായകൻ എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ ഈ നിലയിൽ എത്തിയെന്നോ അറിയണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. വിനായകൻ്റെ പാരമ്പര്യം എന്താണെന്നൊന്നും ആർക്കും അറിയണ്ട. അങ്ങനെ തപ്പി പോകുന്നവരുണ്ടാവും, പക്ഷേ അല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ വിനായകൻ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. അല്ലാതെ നാളെ ഇനി വിനായകൻ എന്തെങ്കിലും വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുന്നതും പ്രശ്നമല്ല. പക്ഷേ ഇതൊരു പബ്ലിക് നോയ്സൻസ് പരിപാടിയാണ്. ഇതൊരു കൾച്ചേർഡ് ആൻഡ് മാനേഡ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തുകൊണ്ടാണ്? അത് ഹൈ ക്ലാസ്, ലോ ക്ലാസ്, അല്ലെങ്കിൽ ജാതി, നിറം, ആ ഒരു സംഭവം അതിനകത്തില്ല. ഇതിനകത്തുള്ളതൊരു ബിഹേവിയറാണ്. മാന്യമായ പെരുമാറ്റം എന്ന് പറയുന്നത് ജാതി, മത, രാഷ്ട്ര, ഭാഷ എല്ലാത്തിലും എല്ലാം നിറമോ അല്ലെ എത്നിസിറ്റിയോ അല്ലെങ്കിൽ കൾച്ചറുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. കൾച്ചറായിരിക്കും, നല്ലൊരു കൾച്ചറാണ്. പക്ഷേ ഈ പറഞ്ഞ അതിന് പെഡിഗ്രിയോ ഒന്നും വിഷയമല്ല. മനസ്സിലായോ? കൾച്ചർ ബിഹേവിയർ മാത്രമേ നമുക്ക് അറ്റ് പ്രസൻറ്റ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ പണ്ടാവും വലിയ കൊമ്പനാന്ന് പറഞ്ഞാലും പണ്ട് അയാൾ ഏത് താഴെ നിന്ന് കിടന്നവനാണേലും മുകളിൽ കിടന്നവനാണേലും ഇടയിൽ കിടന്നവനാണേലും ഇനി എടുത്ത് വെച്ചു കൊടുത്തവനാണേലും കൊള്ളാം, ഇപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്ന പരിപാടി കൊണ്ട് മാത്രമേ നമുക്ക് ഈ ആൾക്കാരുടെ ജീവിച്ച് ഇത്രയും ദിവസമൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതിന് പുറകെ പോയി നോക്കലും മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്നുള്ള ജിജ്ഞാസയും ആകാംക്ഷയും അതുപോലെ തന്നെ ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നിപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്ത് നടക്കുന്നു അതിനകത്ത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ അറിയാനില്ല. പിന്നെ വിനായകനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു വർഷമെങ്കിലും മാറിയിരിക്കേണ്ടി വരും. സിനിമ അഭിനയം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കൂടെ ഒരാൾ വേണം. ഒരു മാനേജർ എന്ന് പറഞ്ഞിട്ട് ആളെ അപ്പോയിൻറ്റ് ചെയ്യണം. അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അയാളെ ഭരിക്കാൻ പാടില്ല. അത്രയും വിശ്വസ്തനായ ഒരാളെ കിട്ടണം. അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഡോക്ടർ എന്ത് പറയുന്നോ അതുപോലെ തന്നെ ചെയ്യണം. ബന്ധുക്കൾക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലും കൂടെ നിർത്തിയാൽ തന്നെ അതെന്താവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരാൾ ആരാ ഉള്ളത് ഇവിടെ വിനായകൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ എന്നെനിക്ക് എനിക്കറിയത്തില്ല. ആരെങ്കിലും കൂടിയാൽ ഇയാളെ ചതിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്ക് ആ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ഇപ്പം നിൽക്കുന്ന ഒരു നിലയെന്ന് പറയുന്നത് കുറച്ച് ഹൈ റേഞ്ചിൽ തന്നെയാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇയാളെ മുതലെടുക്കാനും നാളെ കലാപം മണിക്ക് സംഭവിച്ചതുപോലെയൊക്കെ സംഭവിച്ചു പോകാനും മതി. അപ്പോൾ അതുകൊണ്ട് വളരെ വിശ്വസ്തരായ ആരെങ്കിലും വേണം. കൂടെ നിൽക്കുമ്പോൾ ഇയാളുടെ എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് നടക്കണം. പിന്നീട് ഇങ്ങനെ ഒരു വാർത്ത വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഇയാളെ മാനേജ് ചെയ്യുന്ന ആളുടെ കുഴപ്പമാണ്. എങ്ങനെ അവിടെ എത്തും എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾ ചുറ്റുവട്ടത്ത് ആരെങ്കിലും കൂടുതൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ ബന്ധുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പുതിയൊരു ആപ്പാണ്, അതുകൊണ്ട് ഇങ്ങനെ കാണുന്നത്. അല്ലേ വേറെ രീതിയിലല്ലേ സെൽഫിയിൽ ഇങ്ങനെ സൂം ചെയ്ത് പിടിക്കാൻ പറ്റുന്നൊരു ആപ്പ്. ഇത് എന്താണെന്ന് നോക്കട്ടെ. ഇത് ശരിയായി മനസ്സിലായത് എന്താ സ്റ്റോപ്പ് ആക്കിയിട്ട് സ്റ്റോപ്പാകുന്നില്ല, ടിക്ക് കൂടെ കൊടുക്കാറുണ്ട്.